ഓടിക്കോ 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 ഓടിക്കോ. ഫുൾ സ്പീഡ്. ബസ് വരുന്നു. ഇത്രയും നാളായിട്ട് നീ ഇതാണോ ചെയ്തോണ്ടിരിക്കുന്നത്? ഓർമ്മ വെച്ചപ്പോ മുതൽ അവൻ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. പുറകിലേക്ക് നോക്ക്. ഓക്കെ. മിൽ ഗയാ ബോസ്. ഇങ്ങോട്ട് ചേട്ടാ. Back, buddy. Get back. പെട്ടല്ലോ. താര. വാസു, ഇത് താര. ഗണപതി അങ്കിളുടെ സിസ്റ്ററിന്റെ മോള് നീസ്. എന്റെ നീസോ? അങ്കിളുടെ നീസ്. ഗണപതിക്ക് അങ്ങനെ ആരും നീസായിട്ടില്ലല്ലോ. ഞാൻ വാസു, ബാങ്കില് ഗണപതി സാറിന്റെ ജൂനിയർ ആയിരുന്നു. ആദിയുടെ ബ്രദറാ. ഹായ്. ഹലോ. ഞാൻ ഈ ചേച്ചിയെ കണ്ടല്ലോ. ഏയ്, കട്ടുറുമ്പായോ ഞാൻ ഫാമിലി റിയൂണിയൻ സമയത്ത്. ആൻറ്റി ദ സീഡി. താങ്ക്സ്. എന്തിനാ നിന്റെ മുറി പോകുന്നത്? എൻ്റെ സൈഡ് ഡ്രോയിങ്സ് ഇതിനകത്തായി. നിന്റെ മുറിയിൽ അവളുടെ സൈഡ് ഡ്രോയിങ്സ് എങ്ങനെ? ഗണപതി അങ്കിൾ അതൊക്കെ എടുത്ത് വെച്ചത്. കട്ടിലിന്റെ അടിയിൽ നോക്കോ. അങ്കിൾ ഇരിക്കെ. കൊച്ചിച്ച ഒരു ലൈഫ് ഉണ്ട്. വാ കളിക്കാം. സൈഡ് ഡ്രോയിങ്സ് ഓഫീസിലാണെന്ന് തോന്നുന്നു. ദാൻഡി കീ. അതെന്താ? അല്ല, താനെവിടെ സ്റ്റേ ചെയ്യുന്നത്? ഞാനോ ഇവിടെ തന്നെ. അതെ. ഇവിടെയോ? ഇവിടെ തന്നെ. വേറെ എവിടെ? ഞാൻ പറഞ്ഞില്ലേ ഈ ചേച്ചിയെ കണ്ടെന്ന്. കൊച്ചിച്ചനെ എത്തിപ്പിടിച്ച്. ഞാൻ ഓഫീസിന് സമയമായി. പോട്ടെ. ചെന്ന് ഓട്ടോ പിടിച്ചു കൊടുക്ക്. ഞാൻ വേണമെങ്കിൽ പോയി ഓട്ടോ പിടിച്ച് കൊടുത്തിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരാം. അല്ല, ഗണപതി സാറിന് ഇങ്ങനൊരു നീസ് ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഗണപതിക്ക് നീസ് ഇല്ല വാസു. ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലേ? സ്ലോവാ, ലേറ്റ് ആയിട്ടാ മനസ്സിലാവുന്നത്. അവനങ്ങനെയാ. താങ്ക് യു സാർ. ബാങ്കിലും സ്ലോ ആണ്. താങ്ക് യു. വെൽക്കം. മാളൂട്ടി സൂക്ഷിച്ച് വഴി പോയിട്ട് വരാം. മേഡം താഴോട്ട് വരണമെന്നില്ല. അതെന്താ, ഞാനും വരും. താര, ഒന്നിങ്ങോട്ട് വന്നേ. ആ ഡോർ അടച്ചേക്ക്. നിക്ക്. ആദ്യം അല്ല, ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു? സൂക്ഷിച്ചു പോണേന്നായിരിക്കും. നിന്റെ മോൾക്ക് പാട്ടോ വയലിനോ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്ക. തീർച്ചയായിട്ടും. ഓക്കെ. ബാത്റൂമിൽ വേറെയും ചിലതൊക്കെ കണ്ടു. എന്താ ഇവിടെ നടക്കുന്നേ? ഒരു ബ്ലാക്ക് മെയിൽ നടക്കുന്ന പോലെയാ തോന്നുന്നത്. വാസു പറഞ്ഞ വീട് രണ്ടാക്കും. അങ്ങേരൊരു കൺട്രോൾ ഫ്രീക്ക്. സോ ഇത് നിങ്ങൾക്ക് ആദ്യോട് ചോദിക്കായിരുന്നില്ലേ? തെറ്റിദ്ധരിക്കില്ലെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കുക. സാറിൻ്റെ സിസ്റ്ററിൻ്റെ മോൾ താരെ ആദിക്കൊന്ന് ആലോചിച്ചൂടെ? കൺസിഡർ ചെയ്യാമോ സാർ? നോക്ക്, ഇതൊന്നും തീരെ ശരിയല്ല. ആദ്യം നീയും കല്യാണം കഴിച്ചാ ഗുഡ്, ഞാൻ മുൻകൈ എടുത്ത് നടത്തി തരാം. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് സ്ഥലം കാലിയാക്ക്. ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു കല്യാണ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാണെന്ന്? സരോജം ലേറ്റായി. ട്രാഫിക്കിന് 30 മിനിറ്റ് വേണോ അത്രേ. വേഗം ഇറങ്ങ, അച്ഛൻ പറയാൻ പറഞ്ഞു. വരുന്നെന്ന് പറ. പോ. നോക്ക്, കല്യാണം കഴിക്കാതെ ലിവിൻ റിലേഷൻഷിപ്പ് ഒക്കെ നാണക്കേടാ. ഒട്ടും ശരിയല്ല. ഡാഡി മോളെ പതുക്കെ എവിടെ തട്ടരുത്. പൊയ്ക്കോട്ടെ സാർ. വരട്ടെ മാഡം. ശരി ആൻറ്റി. ഒന്ന് ആലോചിച്ചിട്ട് താരയുടെ പേരൻസിനോട് സംസാരിച്ച് താരയോടും ചോദിച്ചിട്ടൊന്ന് മറുപടി പറയണേ. ഇമെയിൽ ചെയ്താലും മതി. ബൈ സാർ. ഫ്രീഡം. തര 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 തര.
दुनिया में നിന്റെ ഏട്ടത്തിക്ക് എല്ലാം അറിയാം. नो സത്യമാ പറഞ്ഞത്. ആണോ? അവർക്ക് എങ്ങനെ അറിയാം? അവർക്ക് കുരുട്ട് ബുദ്ധി കൂടുതലാ. ചുമ്മാ അതൊന്നും അറിയാൻ വഴിയില്ല. നിന്റെ ഏട്ടനെ അറിഞ്ഞ വെളിച്ചപ്പാടിനെ പോലെ തുള്ളൂന്ന് പറഞ്ഞു. ചുമ്മാ വട്ടാക്കല്ലേ, എന്നെ ടെററൈസ് ചെയ്യാൻ നോക്കല്ലേ. ആദ്യം കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ അവന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കരുതെന്ന് വളരെ സന്തോഷത്തോടെ ഒരു ബോംബ് പൊട്ടിച്ചിട്ടാ പോയത്. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പാരീസിൽ പോവാ, ആദ്യം US പോവും, കല്യാണം കഴിച്ച് കമ്മിറ്റഡ് ആവാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞല്ലേ? ഫ്രീഡം. എവിടെ പോവാ? നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും വരൂന്നല്ലേ പറഞ്ഞത്? നരകത്തിലേക്കാണോ പോകുന്നേ? മിണ്ടാതെ വാ. ശരി, ഇനി മിണ്ടുന്നില്ല. ഏയ്, ഇത് ഗൈനക്കോളജി ക്ലിനിക്കാ? ഹായ് സുജാത. 1 मिनट मैम, मैं चेक करके बताती हूँ। ഓക്കെ. എന്താ ഇവിടെ? पूजा, ടെസ്റ്റ് ആണോ? ഭവാനി അനിക്കോ? പോടാ. എല്ലാരും എന്താ ഉരുണ്ടിരിക്കുന്നേ? കൊളംബസിന് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? एक्सक्यूज मी मैम, थोड़ा वेट कीजिए प्लीज। ഓക്കെ. ഇത്രയും പേര് പ്രഗ്നന്റോ? അതേടാ കുട്ടാ. ഈ ആണുങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ആ എന്റെ സംശയം ശരിയാണോ? നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? നീ ഇപ്പൊ കൊണ്ടുവന്ന ടെസ്റ്റ് ഭവാനിയുടേതല്ല, താരയുടേതാണ്. 100 മാർക്സ്. നീ ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവന് വഴിയുണ്ടല്ലേ? ഉണ്ടായിരിക്കാം. കൊല്ലാൻ കൊണ്ടുവന്ന പോത്തിനെ പോലെയാണിപ്പോ മുഖം കണ്ടാൽ. ടെസ്റ്റ് ഇനി അങ്ങനെയാണെങ്കിലോ? എങ്ങനെ? അത് തന്നെ പോസിറ്റീവ് എന്നാ. അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? एक्सक्यूज मी मैम, കാൽക്കുലേഷൻ ഒക്കെ ശരിയായിരുന്നല്ലോ. മലയാളിയാ? ആ, ഫസ്റ്റ് ടൈമാ? ഇതോടെ മുങ്ങിക്കളയരുത്. എല്ലാ മാസവും വിളിച്ചോണ്ട് വരണം. എൻ്റെ ഹസ്ബൻഡിനെ പോലെ ഉഴപ്പരുത്. സ്കാൻ ചെയ്തായിരുന്നോ? ഞാൻ ഫുൾ ബ്ലാഡറുമായി വെയിറ്റിംഗ്. ഇനിയും 3 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന്. ഹൊറിബിൾ. എന്ന സ്കാനിൽ ആ കുഞ്ഞു വിരലുകൾ കാണുമ്പോൾ എല്ലാം മറന്നുപോകും. വരട്ടെ. എന്തായി? വിരലൊക്കെ കാണായിരുന്നോ? റിസൾട്ട് തുറന്നു നോക്ക്. എന്താ കുറെ വരയും കുറിയൊക്കെ? പ്ലാൻ വരച്ചതുപോലെ ഉണ്ടല്ലോ. ഈ ക്ലിനിക്ക് ഞങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ പോകുന്നു. അതിനുള്ള കോർപ്പറേഷൻ അപ്രൂവൽ. ഏയ്, വെറുതെ ഒന്ന് സീൻ ആക്കിയതല്ലേ പൊന്നെ, പേടിച്ചോ? എന്തോന്ന് സീൻ? നല്ല ഹൊറർ സീൻ പോലെ ഉണ്ട്. 10 ദിവസം പിടിക്കും പൾസ് ഒന്ന് നോർമൽ ആവാൻ.